മന്ത്രങ്ങളാൽ മുഖരിതമായി നവരാത്രി ആഘോഷത്തിന്റെ 4ാം ദിനം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, നവരാത്രി ആഘോഷ നിറവിലാണ് തിരുവനന്തപുരം. അതോടൊപ്പം തന്നെ ഇന്ന് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളുമുണ്ട്. അവയൊക്കെ പുരോഗമിക്കുകയാണോ? വിവരങ്ങൾ. തീർച്ചയായിട്ടും രോഹിണി, നവരാത്രി ദിനാഘോഷത്തിൻ്റെ 4ാമത്തെ ദിവസമാണിപ്പോൾ. അതിനെല്ലാം തന്നെ തിരുവനന്തപുരം നഗരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണർന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. കാരണം സ്വാതി തിരുനാൾ മഹാരാജാവ് ചിട്ടപ്പെടുത്തി നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ആചാരമാണ് തിരുവനന്തപുരത്തുള്ള നവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രധാന ആചാരങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ നവരാത്രി പൂജ. കന്യാകുമാരി ജില്ലയിലെ ഉൾപ്പെട്ട കൽക്കുളം പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്നും എഴുന്നള്ളിച്ചെത്തിച്ച സരസ്വതി ദേവിയുടെ വിഗ്രഹത്തെയാണ് കിഴക്കേ നടയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളൊക്കെ തന്നെ ആയുധങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥക്കെട്ടുകളും വിഗ്രഹത്തിന് മുന്നിൽ പൂജയ്ക്ക് വെക്കുന്നുണ്ട്. നിരവധി പൂജകളും വിശേഷാൽ പൂജകളും നിവേദ്യങ്ങളടക്കമുള്ളവ ഈ ഒരു നവരാത്രി ദിനത്തോടനുബന്ധിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 9 രാത്രികളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ഒരു ഹൈന്ദവ ആഘോഷമാണ് ഈ ദിവസങ്ങളിൽ. ആദിപരാശക്തിയുടെ 9 രൂപങ്ങളായ നവരാത്രി ദുർഗമാരെയാണ് ആരാധിക്കുന്നത്. അതിൽ 3 ദിവസം ദുർഗയെയും അടുത്ത 3 ദിവസം ലക്ഷ്മിയെയും അവസാനത്തെ 3 ദിവസം സരസ്വതിയും സങ്കല്പിച്ചുകൊണ്ടാണ് പൂജ നടക്കുന്നത്. കേരളത്തിൽ ദുർഗാഷ്ടമി, മഹാനവമി എന്നിങ്ങനെ നിരവധി വിജയദശമി എന്നീ ദിവസങ്ങളിലാണ് പ്രാധാന്യമായി നമ്മൾ പൂജകളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത്. ഇന്ന് ഇവിടെ ആ ഒരു ദേവിയെ സരസ്വതി ദേവിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ഒരു ദേവീനെ കാണാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനുമായി നിരവധി ഭക്തരാണ് മഴയാണ് എന്നുകൂടി നോക്കാതെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. വളരെ വിപുലമായ രീതിയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും ഒക്കെ അലങ്കരിച്ചിരിക്കുന്നതും. വിശേഷാൽ പൂജകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു ഭക്തജന തിരക്കാണ് മഴയായിട്ട് കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദേവിയെ ഒരു നോക്ക് ദർശിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് 4ാമത്തെ ദിവസമാണ്. ദേവി പ്രതിഷ്ഠിച്ചതിന് ശേഷമുള്ള 4ാമത്തെ രാത്രിയാണ്. ഈ രാത്രി ദേവിയുടെ പ്രസന്നവതയായ രൂപത്തെ എല്ലാവരും ആരാധിക്കുന്നു. അതുപോലെ തന്നെ വിശേഷാൽ പൂജയും അതുപോലെ നിവേദ്യവും ഒക്കെ ദേവിക്കായി സമർപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ. എന്തായാലും ദേവിക്ക് വേണ്ടി നിരവധി അർച്ചനകളും അതുപോലെ തന്നെ നിരവധി പൂജകളും ഒക്കെ തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ആദിപരാശക്തിയുടെ മറ്റു രൂപങ്ങളെയൊക്കെ ആരാധിക്കാനും കണ്ട് ഭക്തർ അനുഗ്രഹം വാങ്ങാനുമായി ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ്. വിപുലമായ ഘോഷയാത്രയോട് കൂടിയാണ് കഴിഞ്ഞ ദിവസം ദേവിയെ ഇവിടേക്ക് എഴുന്നള്ളിച്ചത്. അന്നും നിരവധി ഭക്തരാണ് ഇവിടെ ദേവിയെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നത്. ആ ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രി വൈകിയും ദേവിയെ കാണാനും അതുപോലെ അനുഗ്രഹം വാങ്ങാനും പൂജകളിൽ പങ്കെടുക്കാനുമായി എല്ലാ ഭക്തരും ഈ ഒരു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. രോഹിണി. ശരി ശ്രീനന്ദ. ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമായി നവരാത്രി ആഘോഷത്തിന്റെ 4ാം ദിനം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. തത്സമയ വിവരങ്ങളാണ് ശ്രീനന്ദ നൽകിയത്.